നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അവർക്ക് പലർക്കും എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത്. അതിപ്പോ ഹൈസ്കൂളിലുള്ള കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് പ്രോപ്പർ ആയിട്ടൊന്ന് കൂട്ടി വായിക്കാൻ അറിയാതെ വരുന്നുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഓരോ കുട്ടിയും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഈ സബ്ജക്ട്സുകളുടെ ആൽഫബറ്റ്സ് ക്ലിയർ ആക്കണം. ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അവരുടെ സൗണ്ടുകൾ, സ്വരാക്ഷരങ്ങൾ, ചിഹ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ ആദ്യം പഠിക്കണം. അതിന് 2 ദിവസം എടുക്കുമായിരിക്കും, അത് പഠിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, അവർ ഡെയിലി ഈ 3 സബ്ജക്ട്സിന്റെയും 4 സെന്റൻസുകൾ വെച്ച് വായിപ്പിക്കുക. ഒരു അരമണിക്കൂർ എടുക്കും അവർ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കേണ്ടി വരും, അരമണിക്കൂർ 4 സെന്റൻസ് വെച്ച്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഡെയിലി അവർ ഈ ടെക്സ്റ്റ് ബുക്കുകൾ, അക്ഷരങ്ങള്, സെന്റൻസുകൾ അവർ കാണുവാണ്, അവർ നമ്മൾ പറയുന്ന വെച്ചിട്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മളൊരു 25 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ വായിക്കാനായിട്ട് തുടങ്ങും. ഇനി അതിനുശേഷം ആ സെന്റൻസ് ഫോർമേഷന്റെ സ്ട്രക്ചറും കൂടെ നമ്മളൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് കുട്ടികളെ എഴുതാനും പഠിപ്പിക്കാൻ പറ്റും. അപ്പൊ ടോട്ടൽ 1 മാസം കൊണ്ട് ഒന്നും വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടിയെ പോലും നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയും. അത് ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് സയൻസ്, സോഷ്യൽ സയൻസ് പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യത്തിന് നമ്മുടെ പേരൻസിന്റെ ഒരു സപ്പോർട്ടും കൂടെ കൊടുത്ത് കുട്ടിയെ ഒന്ന് വായിക്കാനും എഴുതാനും പ്രോപ്പർ ആയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ജസ്റ്റ് ഫോളോ അവർ ചാനൽ.